പുതുപ്പള്ളി പോരാട്ടച്ചൂടിലേക്ക്. പുതുപ്പള്ളിയിൽ ഇടതു സ്ഥാനാർത്ഥി ജയിക്ക് തന്നെ. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം. ഔദ്യോഗിക പ്രഖ്യാപനം നാളെ കോട്ടയത്ത് നടക്കും. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നു. പുതുപ്പള്ളിയിൽ ഒരു രാഷ്ട്രീയ പോരാട്ടം നടത്തണമെങ്കിൽ ജേക്സി തോമസിനോളം പോകുന്ന സ്ഥാനാർത്ഥി ഇല്ലെന്ന യാഥാർത്ഥ്യത്തിലേക്ക് CPM എത്തിച്ചേർന്നിരിക്കുകയാണ്. CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കൂടി ആ ഒരു തീരുമാനത്തോടുകൂടി നാളെ ജേക്കിൻ്റെ സ്ഥാനാർത്ഥം പ്രഖ്യാപിക്കും. നാളെ പുതുപ്പള്ളിയിലാകും ഈ സ്ഥാനാർത്ഥം പ്രഖ്യാപിക്കുക. ആദ്യം കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും അടർത്തിയെടുത്ത് ഉമ്മൻചാണ്ടിയുടെ പാളയത്തിൽ നിന്ന് ആരെങ്കിലും അടർത്തിയെടുത്ത് മത്സരിപ്പിക്കാമെന്നൊക്കെ CPM ആലോചിച്ചിരുന്നു. അങ്ങനെയാണ് നിബു എന്ന പേരിലേക്ക് CPM ആദ്യഘട്ടത്തിൽ എത്തിച്ചേർന്നത്. പക്ഷേ ആ ഒരു നീക്കം പാതിയിൽ തന്നെ മുളയിൽ തന്നെ നുള്ളാൻ കോൺഗ്രസിന് കഴിഞ്ഞു. അത് വാർത്ത പുറത്തു വന്നു. അതോടുകൂടിയാണ് ആ നീക്കത്തിൽ നിന്ന് CPM പിന്മാറേണ്ടി വന്നത്. പിന്നെ വീണ്ടും അത്തരത്തിലേതെങ്കിലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആരെങ്കിലും അടർത്തിയെടുത്തുകൊണ്ട് മത്സരിപ്പിക്കുന്നത് ഗുണമാകില്ല എന്ന തിരിച്ചറിവിലേക്ക് CPM നേതൃത്വം എത്തിച്ചേർന്നു. പുതുപ്പള്ളിയിൽ വേണ്ടത് ഒരു രാഷ്ട്രീയ പോരാട്ടമാണ്. അതിന് ഏറ്റവും യോഗ്യൻ CPMന്റെ കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗം, DYFയുടെ അഖിലേന്ത്യാ നേതാവ്, SFയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ജേക്സി തോമസ് തന്നെ എന്ന തീരുമാനത്തിലേക്ക് CPM എത്തിച്ചേരുകയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം 2016 27,000 നിന്ന് 3-1 2021 കുറയ്ക്കാൻ കഴിഞ്ഞ നേതാവ് കൂടിയാണ് ജേക്സി തോമസ്. ജേക്കിനെ മുൻനിർത്തി ഒരു രാഷ്ട്രീയ പോരാട്ടം നടത്താൻ CPM അങ്ങനെ തയ്യാറെടുക്കുകയാണ്. ഇത്തവണ ശക്തമായ ഉമ്മൻചാണ്ടി അനുകൂല തരംഗം മണ്ഡലത്തിലുണ്ടെന്ന വിലയിരുത്തൽ കൊണ്ട് ഒരു സഹതാപ തരംഗമായി അത് ആഞ്ഞടിച്ചേക്കാം തെരഞ്ഞെടുപ്പിലെന്നും CPM ഭയക്കുന്നു. അങ്ങനെ വന്നാൽ പോലും പിടിച്ചു നിൽക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി ജേക്സി തോമസ് ആണ്. സാമുദായികമായ ചില സമവാക്യങ്ങൾ കൂടി അവിടെ CPM മുന്നിൽ കാണുന്നുണ്ട്. ഒരു വികസന രാഷ്ട്രീയത്തിലേക്ക് ഉമ്മൻചാണ്ടി തരംഗം എന്നതിനപ്പുറത്തേക്ക് ഒരു വികസന വിഷയം അജണ്ട ചർച്ചയായി വന്നാൽ, വികസന അജണ്ട തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചാൽ അവിടെ ചെറിയ പ്രതീക്ഷയും CPMനുണ്ട്. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി എന്ന സഹതാപ തരംഗം മറികടക്കാനുള്ള വഴികൾ, ഉമ്മൻചാണ്ടിയുടെ കുടുംബം അദ്ദേഹത്തിന് ചികിത്സ നിഷേധിച്ചു എന്ന ആരോപണം, അതുപോലെ പുതുപ്പള്ളിക്ക് വേണ്ടി ഉമ്മൻചാണ്ടി എന്തു ചെയ്തുവെന്ന ആരോപണം, പുതുപ്പള്ളി ഉമ്മൻചാണ്ടിയുടെ പഠിച്ച സ്കൂൾ പോലും പിണറായി സർക്കാർ നവീകരിച്ച അത്തരം ഒരു വികസന കണക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് CPM രംഗത്തിറങ്ങുന്നത്. ഏതായാലും പുതുപ്പള്ളി തിരഞ്ഞെടുപ്പ് അതിൻ്റെ എല്ലാ ചൂടിലേക്കും കടക്കുകയാണ്. ഇടത് വലത് സ്ഥാനാർത്ഥികൾ നിരന്നു കഴിഞ്ഞു. നാളെ ജയിക്കിൻ്റെ സ്ഥാനാർത്ഥം പ്രഖ്യാപിക്കും. അതിനു മുമ്പ് തന്നെ ശക്തമായ പ്രചരണ രംഗത്തേക്ക് CPM ഇറങ്ങിക്കഴിഞ്ഞു. ശക്തമായ രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് പുതുപ്പള്ളിയിൽ അരങ്ങൊരുങ്ങുന്നത്. അവിടെ 2 തവണ ഉമ്മൻചാണ്ടിയോട് പരാജയപ്പെട്ട ജേക്സി തോമസ് എന്ന CPM നേതാവ് ഉമ്മൻചാണ്ടിയുടെ മകനോട് മത്സരിക്കുകയാണ്. അതിശക്തമായ ഒരു രാഷ്ട്രീയ പോരാട്ടം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് CPM ഉള്ളത്. VV അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. പുതുപ്പള്ളിയിൽ ഇടതുമുന്നണി വിജയം നേടുമെന്ന ജേക്സി തോമസ് ന്യൂസ് 18നോട്. പുതുപ്പള്ളിക്ക് ഒരേ ഒരു പുണ്യാളനേ ഉള്ളൂ, അത് ഗീവർഗീസ് പുണ്യാളനാണ്. മറ്റേതെങ്കിലും പുണ്യാളൻ ഉണ്ടോ എന്ന് ജനം പറയട്ടെയെന്നും ജേക്ക് ന്യൂസ് 18നോട് പറഞ്ഞു. പുതുപ്പള്ളിയിൽ ഇടത് സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യത്തിന് ഏതാണ്ട് ഉത്തരമാകുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം മാത്രം ബാക്കി എന്നുള്ളതാണ്. ജേക്സി തോമസ് എന്നോടൊപ്പം ചേരുന്നു. ജയ്ക്ക് വാർത്തകൾ ഇന്നലെ തന്നെ വന്നിരുന്നു. ജയ്ക്ക് പക്ഷേ പ്രഖ്യാപനത്തിന് ശേഷമായിരിക്കും അങ്ങനെ ഒരു ഔദ്യോഗിക പ്രതികരണം ഉണ്ടാകുക എന്നും അറിയാം. എത്രത്തോളം സാധ്യതയുണ്ട് സ്ഥാനാർത്ഥിയായി വീണ്ടും വരുന്നതിലടക്കം? സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാവുന്ന പോലെ ഒരു വ്യക്തിപരമായ ഏതെങ്കിലും പരാമർശത്തിന് ഒന്നും പ്രസക്തിയില്ല. സ്വാഭാവികമായി ഉപതെരഞ്ഞെടുപ്പാണ്. CPMന്റെ സംസ്ഥാന നേതൃത്വം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. നാളെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാഷ് പങ്കെടുത്തുകൊണ്ടുള്ള പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗം കോട്ടയത്ത് ചേരുന്നുണ്ട്. അതിനുശേഷം പുതുപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റി യോഗം, അതിനുശേഷം അങ്ങേയടക്കം വിളിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി പാർട്ടി സംസ്ഥാന നേതൃത്വം നടത്തും. സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്വാഭാവികമായിട്ട് ജയിക്ക് സാധാരണഗതിയിൽ തന്നെ പറയാറുള്ളത്, കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ചപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത് വ്യക്തികൾക്ക് വലിയ പ്രാധാന്യം. പക്ഷേ സ്വാഭാവികമായും വിജയ സാധ്യതയൊക്കെ തന്നെ പരിഗണിക്കുമ്പോൾ അവിടെ ഒരു പാർട്ടി നേതാവ്, ഇന്ന നേതാവ് മത്സരിച്ചാൽ കൂടുതൽ സാധ്യത എന്നുള്ളത് സ്വാഭാവികമായും പരിഗണിക്കില്ലേ? ഇല്ല. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രചാരകരായി പ്രവർത്തകരായി വന്ന ഏതു നേതൃത്വത്തെയും നിങ്ങൾ കണ്ടോ? അവരൊക്കെ ആ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായിട്ടാണ് ചരിത്രം വിലയിരുത്താറുള്ളത്. അത് EMS മുതൽ AKG മുതൽ ആരെയും വ്യക്തിപരമായ മഹിമകൾക്കും മറ്റു വാർത്തകൾക്കൊക്കെ അപ്പുറം ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികളാണ്. അതിന്റെ പരിച്ഛേദമാണ്, അഭിമാനാർഹമായ പ്രതീകങ്ങളാണ് അവരൊക്കെ. സ്വാഭാവികമായി ഞങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പിലും ഉയർത്താറുള്ളത് തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ പ്രചരണത്തിന്റെ വേദികൾ ആക്കി തന്നെയാണ് ഇടതുപക്ഷം വിലയിരുത്താറുള്ളത്. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാവട്ടെ, ഒരു പഞ്ചായത്ത് വാർഡാവട്ടെ, പാർലമെന്റ് ആവട്ടെ, രാഷ്ട്രീയ പ്രചരണത്തിന്റെ വേദിയായിട്ട് തന്നെയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താറുള്ളത്. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുമൊക്കെ ആ നിലയിൽ തന്നെയാണ് ഞങ്ങൾ അഭിസംബോധന ചെയ്തത്. ഇനിയും ഞങ്ങൾ അങ്ങനെ തന്നെയാണ്.
പക്ഷേ ഈ തെരഞ്ഞെടുപ്പുകളുടെ അനുഭവങ്ങളിലേക്ക് വരുമ്പോൾ 2016 ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ അഭിമാനാർഹമായ രാഷ്ട്രീയ മുന്നേറ്റം പ്രത്യേകിച്ച് പുതുപ്പള്ളിയിൽ നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അത് കേവലമായ ഒരു പഞ്ചായത്തിലോ ഒരു വാർഡിലോ ഒതുങ്ങുന്നതായിരുന്നില്ല. പഞ്ചായത്തുകൾ മുതൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ മുതൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ മണ്ഡലത്തിൽ 182 ബൂത്തുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 60 ബൂത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ലീഡ് ചെയ്തിരുന്നു. അതായത് 1/3 ഇടതുപക്ഷം ലീഡ് ചെയ്തിരുന്നു. അത് മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ പുതിയ അനുഭവമാണ്. പക്ഷെ അത് വെറുതെ ഒറ്റപ്പെട്ട ഒരു അനുഭവം എന്നതുപോലെ ഉണ്ടായതുമല്ല. പടിപടിയായി പഞ്ചായത്ത് വാർഡിൽ ആരംഭിച്ച് ബ്ലോക്ക് പഞ്ചായത്തുകളിലൂടെ വികസിച്ച് നിയമസഭയിൽ 1/3 ലീഡ് ചെയ്യുന്ന രാഷ്ട്രീയ അടിത്തറയിലേക്ക് പുതുപ്പള്ളിയിൽ ഇടതുപക്ഷം വളർന്നതാണ്, വികാസം പ്രാപിച്ചതാണ്. അതിന്റെ അപങ്കുരമായ തുടർച്ച നിശ്ചയമായും ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും, ഒരു സംശയം ഉണ്ടാവേണ്ടതില്ല. കഴിഞ്ഞ തവണത്തെ ഒരു അനുഭവം എങ്ങനെ പറയും ജയിക്ക്? അതായത് കഴിഞ്ഞ 2 തവണ, ഒരു തവണ 27,000 എന്നുള്ള ഭൂരിപക്ഷത്തിൽ നിന്ന് പെട്ടെന്ന് 9,000-ലേക്ക് അങ്ങ് താഴെ വീഴുകയാണ് ഉമ്മൻചാണ്ടി എന്ന അതികായനായ രാഷ്ട്രീയ നേതാവ്. അന്നത്തെ ഒരു അനുഭവം എങ്ങനെ? ഇങ്ങനെ കുറച്ചു വരുമ്പോൾ ഉള്ള ഒരു കോൺഫിഡൻസ് CPM-നെ സംബന്ധിച്ചായാലും ജയിക്കിനെ വ്യക്തിപരമായി സംബന്ധിച്ചായാലും. ഇപ്പോൾ രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയത്തിലേക്ക്. मंत्री जी ने, अमित शाह जी ने भारत माता की हत्या की है। मणिपुर में भारत को खत्म कर दिया है। मैंने ऐसे नहीं बोला था, ये खोखले शब्द नहीं है। मैं आपको समझाता हूं मैंने ये बात बोली क्यों। जब हम मणिपुर पहुंचे, हम लैंड किए, हमें मणिपुर में दौरा करना था। जब हम मेटे एरिया में गए, हमें साफ कहा गया था कि अगर आपकी सिक्योरिटी डिटेल में कोई भी कुकी होगा उसको आप यहां मत लाइए क्योंकि हम उसको मार देंगे। और जब हम कुकी के एरिया में गए, हमें कहा गया अगर कोई मेटे आपकी सिक्योरिटी डिटेल में होगा उसको आप मत लाइए, उसको हम गोली मार देंगे। हम जब गए, हमें मेटेज को परे करना पड़ा, हमें कुकीज को परे करना पड़ा। मतलब एक स्टेट नहीं है, आज 2 स्टेट है। स्टेट की हत्या कर दी गई है और उसको चीर दिया गया है। इसलिए मैंने बोला हिंदुस्तान की हत्या मणिपुर में बीजेपी ने कर दी है। और जब मैंने कल प्रधानमंत्री को देखा हंसते हुए, मजाक उड़ाते हुए, मैं समझ नहीं पा रहा था कि हिंदुस्तान का प्रधानमंत्री इस प्रकार से कैसे बोल सकता है। प्रधानमंत्री को यह पता नहीं लग रहा है कि हमारे देश में क्या हो रहा है। छोड़िए, नहीं जाना चाहते हैं, उसके भी कारण हैं, शायद मैं बता नहीं सकता हूं आपको, उसके कारण हैं। मगर अगर जा नहीं सकते हैं तो मणिपुर के बारे में बोले तो हिंदुस्तान की आर्मी, आप सब जानते हो, सेना को आप जानते हो, जो मणिपुर में हो रहा है, हिंदुस्तान की सेना उसको 2 दिन में रोक सकती है। 3 दिन नहीं लगेंगे। अगर हिंदुस्तान की आर्मी को कहा गया कि यह तमाशा बंद करो, 2 दिन में यह तमाशा ड्रामा बंद हो जाएगा। प्रधानमंत्री मणिपुर को जलाना चाहते हैं, आग बुझाना नहीं चाहते हैं। यह है सच्चाई। अब आप अपने सवाल पूछिए। वुड यू लाइक मी टू से इट इन इंग्लिश? I watched the Prime Minister of India yesterday speaking for 2 hours, laughing, joking, लगावing naras in the parliament. The Prime Minister would say one line and the entire BJP would shout another nara. You know, the Prime Minister seems to have forgotten that the state of Manipur is on fire and has been on fire for 4 months. Women and children are dying over there. People are being murdered. Women are being molested, are being raped. And the Prime Minister of India is sitting in the middle of the parliament, shamelessly laughing. This is not about Rahul Gandhi. This is not about the Congress party. This is not about the opposition. This is about India. It's about our country.
A state has been decimated, it has been destroyed, it does not exist anymore. And it has happened because of the politics of the BJP. Divide and rule and burn. That is why in my speech I said, Bharat Mata has been murdered in Manipur. It's very interesting. For the first time, the words Bharat Mata have been expunged from the parliament. It's an insult to those words. Whatever I said that is wrong. I have said Bharat Mata, which is an idea, which is the idea of India, where everybody lives peacefully, harmoniously, with affection, has been killed in Manipur. It's a fact. So, the word itself now cannot be spoken by the people of India. We cannot say Bharat Mata in parliament. I want to tell you about my own personal experience of Manipur. I've spoken to you about, I spoke in parliament about the women I met, the pain I heard. But I want to tell you why I said India has been murdered in Manipur. And I said it because Manipur no longer exists as a state. A state requires control. A state requires authority. That is disappeared in Manipur. It does not exist. And I saw this with my own eyes. When we went to Manipur, when we went to the Meitei area, we were categorically told that please ensure, we want you to come, we love you, but please ensure that if there are any cookies in your security detail, they do not come into our area or we will shoot them. When I went into the cookie area, we were told the same thing. We love you, we want you to come. But please make sure, if there are any Meiteis in your security detail, we will shoot them. Do not bring them here. Before going to the Meitei area, we had to remove all cookies from our security detail. Before going to the cookie area, we had to remove all Meiteis from our security detail. When we went there, the security forces, central security forces, told us we have never seen anything like this. We were told it is completely outside our control. Okay? That is why I said Manipur has been murdered by the BJP and the idea of India has been murdered by the BJP in Manipur. I was not speaking metaphorically. I was speaking literally. Now, the Indian army, it will take the Indian army 2 days to put an end to the nonsense that is going on in Manipur. The Prime Minister refuses to stop the fire. He wants Manipur to burn. He allows Manipur to burn. Because if he did want it to stop, there are tools in the hands of the Indian government that can stop it immediately. I know. I have full faith in our army. I know. And every Indian citizen knows that if the Indian army is told, please put an end to this, it will stop immediately. There are reasons for the PM not being able to go to Manipur. I'm aware of those reasons. I don't want to say them publicly. But there are clear reasons as to why the Prime Minister is not going there. That is why we wanted the Prime Minister to speak in Parliament. That is why we wanted Manipur to be on the agenda in Parliament. And what did the Prime Minister do? He ridiculed the state. He ridiculed the women of the state. He laughed at the women of the state. That's the truth. Now please ask your questions. Finally, I just want to say one thing again in English. See, the Prime Minister, when he becomes Prime Minister, he ceases to be a politician. He becomes the representative of the voice of this country. The politics should be put aside. And the Prime Minister should speak not as a petty politician, as the leader of a political party, but the Prime Minister should speak with the weight of the Indian people behind him. And it's tragic to watch Mr. Narendra Modi. It's sad
because the Prime Minister does not understand what he actually is. He is our representative. He's my representative. He's all our representative. And watching the Prime Minister spend 2 hours talking about the Congress, talking about the opposition, making ridiculous remarks about the name, this really does not do justice to an Indian Prime Minister. I've seen Prime Ministers from the Congress party, I've seen Prime Ministers from the BJP, I've seen Mr. Vajpayee, I've seen Mr. Dev Gowda. None of them have ever done this. There's a complete misunderstanding in the mind of Narendra Modi ji about what the Prime Minister of India is. Rahul ji, you wanted the Prime Minister to speak in Parliament, and now that he's spoken, and you've said that he wants Manipur to continue to burn. So, what is the Congress Party's next step to retrieve Manipur and save it? The only conclusion I can draw, because the Prime Minister has tools in his hand that can stamp out the fire in Manipur certainly within 3 or 4 days. But for some reason, he's refusing to use those tools. Right? The Prime Minister could at least go to Manipur, talk to the communities, and say, I'm your Prime Minister. Let's start talking. It will be taken seriously. So I don't see any intention. राहुल जी कल ये भी प्रधानमंत्री ने अपने भाषण में कहा कि 2018 में ये लेके आए थे, 2023 में विश्वास प्रस्ताव लेके आए और 2023 में भी लाएंगे। तो एक तरीके से उन्होंने साफ तौर पर ये कह दिया कि मैं तो हमारी सरकार अगली बार भी बन रही है। एक पॉलिटिकल बात भी उन्होंने कही। तो आप उनके पूरे भाषण को आप ये कह रहे हैं कि वो पॉलिटिकल भाषण ज़्यादा था, मणिपुर पे बात बहुत कम थी, तो इसको कैसे देखते हैं? नहीं, भाषण हिंदुस्तान के बारे में नहीं था, भाषण नरेंद्र मोदी जी के बारे में था। वो अपनी राय, अपनी राजनीति, अपने एम्बिशंस वो आपको दे रहे थे। सवाल ये नहीं है कि नरेंद्र मोदी जी 24 में प्रधानमंत्री बनेंगे या नहीं। सवाल ये है कि मणिपुर जल रहा है, महिलाओं का बलात्कार हो रहा है, लोग मारे जा रहे हैं। सवाल ये है, अगर ये प्रधानमंत्री कहना चाहते हैं तो ये पब्लिक मीटिंग में कहें। मजाक बनाना चाहते हैं तो जब मणिपुर नहीं चल रहा है तो करें। बट प्रधानमंत्री को यह समझ आनी चाहिए, बात समझ आनी चाहिए कि पार्लियामेंट में जो चर्चा हो रही थी वो उनके बारे में नहीं थी, वो मणिपुर के बारे में थी। सर नमस्कार। कल प्रधानमंत्री ने बार बार कांग्रेस का नाम लिया और ये आरोप लगाया कि नॉर्थ ईस्ट और मणिपुर की सारी समस्याओं के लिए कांग्रेस जिम्मेदार है। आप क्या जवाब देंगे? नहीं, अभी मैंने बोला ना, वही तो जवाब है। मुझे प्रधानमंत्री को जवाब देने की जरूरत नहीं है। मैं सिर्फ ये कह रहा हूं कि एक स्टेट की हत्या की गई है, भारत माता की हत्या कर दी गई है मणिपुर में। भारत माता की हत्या मणिपुर में कर दी गई और प्रधानमंत्री लोकसभा में मजाक उड़ा रहे हैं, हंस रहे हैं, नारे लगवा रहे हैं। मुझे क्या जवाब देने की जरूरत है? राहुल विलास, मेरा सवाल ये एक मिनट मोहित, ऑर्डर से प्लीज। Mr. Gandhi, you waxed eloquent. राहुल, आपने बोला कि प्रधानमंत्री ने बोला सदन में कि गृह मंत्री अमित शाह ने विस्तार से जवाब दे दिया। अमित शाह साहब ये कहते हैं कि मणिपुर के सीएम को हटाने की जरूरत इसलिए नहीं है क्योंकि उन्होंने हमारी पूरी बात सुनी और वो कभी भी कोई, हमने डीजीपी चेंज किया, डीजीपी चेंज कर दिया, उन्होंने जो भी प्रशासनिक व्यवस्था हम चेंज करना चाहते थे, इसलिए मणिपुर सीएम को हटाने मणिपुर सीएम, जब मैं मणिपुर गया, मणिपुर सीएम ने जो मणिपुर में हजारों वेपन्स जो लूटे गए, वो मणिपुर सीएम के नीचे ही हुआ। तो क्या अमित शाह चाहते थे कि ये हजारों वेपन्स लूटे जाएं? राहुल जी, जो हिंसा चल रही है, क्या अमित शाह चाहते हैं कि हिंसा चलती जाए? चीफ मिनिस्टर उसको रोक नहीं पा रहा है। अमित शाह जी कह रहे हैं कि भैया वो हमारी बात मान रहा है, तो क्या आप चाहते हैं कि मणिपुर चलता जाए? राहुल जी, एक संसद में एक नया ट्रेंड दिखाई दे रहा है कि
कई सेशन से अपोजिशन के एमपीज या तो सस्पेंड हो रहे हैं या डिस्क्वालीफाई हो रहे हैं या सेशन से एक सेशन से ज़्यादा ये अपोजिशन के एमपीज का जो प्रिविलेज मोशन या प्रिविलेज रूल्स के तहत जो डिस्क्वालिफिकेशन हो रहा है या सस्पेंशन हो रहा है इसका जो ट्रेंड बढ़ रहा है इसको आप लोग कैसे एड्रेस करेंगे आप? देखिए, एमपीज को निकालें, वापस डालें, हमारा काम बदलता नहीं है। हमारा लक्ष्य जो मणिपुर में हो रहा है उसको रुकवाने का है। जो भी औजार हमारे हाथों में है उस हिंसा को रुकवाने के लिए उनका हम प्रयोग कर रहे हैं और करेंगे। Yeah, Mr. Gandhi, you talked about using the army, deploying the army to control violence. You spoke that in Parliament. You've repeated here. But the BJP has criticized you and even previous Congress governments, saying that we want to solve the issue through dialogue. And they've criticized that in the 60s, in 64, the Mizo National Famine Front was bombed by the Indian Army, by the Indian Air Force. So they said that, they do not believe I have never heard in my entire career, I have never been told anywhere I have been in India that if you take this person as a security officer with you, we will put a bullet in his head. I have never heard it. And I heard it twice in Manipur. That means there is no dialogue in Manipur. There is pure violence taking place in Manipur. The first step is to stop the violence, put an end to it. I point out the army, but what I mean is that the Prime Minister has multiple instruments in his hands. He's not using them. It's been burning for 4 months. He's doing nothing and he's laughing. I'm amazed people can't see this. That he's sitting in Parliament and laughing. जयराम जी Last question. जयराम जी मोहित दुबे हूँ न्यूज नेशन से। आपने 37 मिनट का भाषण जयराम जी राहुल जी नहीं, मतलब आप मुझसे जयराम कर रहे हैं या उनसे राहुल जी आपने जय सिया राम। राहुल जी आपने 37 मिनट का भाषण लोकसभा के भीतर दिया और 37 मिनट में सिर्फ आपको करीब 14 मिनट ही दिखाया गया, बाकी आपके चेहरे पे कैमरा नहीं था और आप मणिपुर गए, मैक्सिमम टाइम आपने मणिपुर के ऊपर बोला। इस परंपरा को आप किस तरीके से देखते हैं? पता नहीं, शायद कॉन्ट्रडिक्शन है। शायद पीएम मेरा चेहरा टीवी पे नहीं देखना चाहते, मगर फिर पीएम मेरी वीडियो के बारे में बात करते हैं, तो पता नहीं क्या है। बट मुझे लगता है शायद उनको मेरा चेहरा टीवी पे देखना अच्छा नहीं लगता। कोई प्रॉब्लम नहीं है। जो मैंने बोलना था, देखिए मुझे अपना काम करना है। मैं जानता हूं कि मीडिया पे कंट्रोल है, लोकसभा राज्यसभा टीवी पर कंट्रोल है, वो उसके बारे में मैं कुछ ज़्यादा नहीं कर सकता हूं, मगर मुझे अपना काम करना है। मैं अपने काम को करता हूं। जहां भी भारत माता पर आक्रमण होगा वहां मैं आपको खड़ा मिलूंगा, भारत माता की रक्षा करते हुए मिलूंगा। हाँ, okay, last question, brother. The Supreme Court has already said what it has in terms of a constitutional breakdown, as well as now, you are asking for the army. Do you believe that Article 356 is the only way out? Or I'm not asking for anything. Please don't misunderstand. It is not my place to decide which tool the Prime Minister can use, which instrument he should use. I am pointing out that there are multiple instruments that the Prime Minister has at his disposal, and he is not using a single one. I'm pointing out that Manipur has been burning now for 4 months, and the Prime Minister is in a very good mood. He's sitting in Parliament, he's laughing, he's joking, his entire cabinet is in giggles. This to me seems completely insane. This has got to stop. India is burning in Manipur. The idea of India has been destroyed in Manipur. Let's rebuild it quickly. Thank you.
മണിപ്പൂർ വിഷയത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള ചർച്ചയ്ക്ക് മറുപടിയായി പ്രധാനമന്ത്രി മണിപ്പൂർ വിഷയം കൈകാര്യം ചെയ്ത രീതി അതിനെ നിശിതമായി വിമർശിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. മണിപ്പൂർ അവിടെ കത്തി അമരുമ്പോൾ പ്രധാനമന്ത്രി സഭയിൽ ചിരിക്കുകയും പരിഹാസം നിറഞ്ഞ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. മണിപ്പൂരിൽ ഭാരത് മാതാവ് കൊല ചെയ്യപ്പെട്ടു BJP-യാൽ എന്ന് പറഞ്ഞത് വെറും ഒരു ഉപമയായിട്ടല്ല, അക്ഷരാർത്ഥത്തിൽ അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് അടിവരയിട്ട് പറയുകയാണ് രാഹുൽ ഗാന്ധി. വാർത്തകളിലേക്ക്. മാസപ്പടി വിവാദത്തിൽ രാഷ്ട്രീയ വിവാദം കൊഴുക്കുന്നു. വിഷയം നിയമസഭയിൽ ഉന്നയിക്കാതിരുന്നത് ചോദ്യം ചെയ്ത് ആരോപണം UDF-നെതിരെ തിരിച്ചുവിടാനാണ് CPM ശ്രമം. എന്നാൽ 6 മാസമായി മിണ്ടാത്ത മുഖ്യമന്ത്രിയെ പേടിയില്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. വിഷയം CPM-നും കോൺഗ്രസിനുമെതിരെ ഒരുപോലെ ആയുധമാക്കുകയാണ് BJP. ഉമേഷ് ബാലകൃഷ്ണന്റെ റിപ്പോർട്ട്. നിയമസഭയിൽ മാസപ്പടി വിവാദം കാര്യമായി ചർച്ച ചെയ്തില്ല എങ്കിലും പുറത്ത് വിവാദം കൊഴുക്കുകയാണ്. ഇന്ന് ആദ്യ പ്രതികരണവുമായി രംഗത്തെത്തിയത് CPM നേതാവ് AK ബാലനാണ്. AK ബാലൻ വീണ വിജയനെ ന്യായീകരിക്കുന്നതിനൊപ്പം മുഖ്യമന്ത്രിയെയും ന്യായീകരിച്ചു. നിലവിൽ AK ബാലൻ പറഞ്ഞത് നിലവിലെ വിവാദം അത് അടിസ്ഥാനരഹിതമാണ്. ജനങ്ങൾ പരമപുച്ഛത്തോടെ മാത്രമേ വീണ വിജയനെതിരെയുള്ള ആരോപണങ്ങൾ കാണുകയുള്ളൂ. എല്ലാ ഇടപാടുകളും നിയമപരമായി മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ഇൻകം ടാക്സിൽ നിന്ന് വീണ വിജയനോട് ചോദിക്കാതെയാണ് അത്തരം പരാമർശങ്ങൾ ഏർപ്പെടുത്തിയത്. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരിൽ നിന്നും പണം വാങ്ങിയിട്ടില്ല, അങ്ങനെ ഒരിടത്തും പറഞ്ഞിട്ടില്ല. എന്നാൽ ഉമ്മൻചാണ്ടി വാങ്ങിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി എത്ര വാങ്ങിയെന്ന് മകനോട് ചോദിക്കൂ എന്നുള്ള മറുപടിയാണ്, അല്ലെങ്കിൽ അത്തരമൊരു ആരോപണമാണ് AK ബാലൻ ഉന്നയിച്ചത്. അതുകൂടാതെ നിയമസഭയിൽ പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിക്കാത്തതിന് കാരണം മുഖ്യമന്ത്രിയുടെ മറുപടി പേടിച്ചാണ് എന്നുള്ള ഒരു പരിഹാസവും AK ബാലൻ നടത്തി. എന്ത് മാസപ്പടി? ഏതായി മാസപ്പടി വാങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി വാങ്ങിയെന്നാ പറഞ്ഞിട്ടുള്ളത്. ഉമ്മൻചാണ്ടി വാങ്ങിയിട്ടുണ്ടോ എന്നുള്ള ഇനി ഉമ്മൻചാണ്ടിക്ക് മറുപടി പറയാൻ പറ്റില്ല, അയാളെ മകനോട് ചോദിക്കും. അതേസമയം അതേ നാണയത്തിൽ തന്നെ പ്രതിപക്ഷവും തിരിച്ചടച്ചു. കഴിഞ്ഞ 6 മാസമായി മിണ്ടാത്ത, സംസാരിക്കാത്ത മുഖ്യമന്ത്രി ആർക്കാണ് പേടി എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. പിന്നെ പിണറായി വിജയനെ പേടിച്ചിട്ടില്ല ഞങ്ങളൊക്കെ നടക്കുന്നത്. മറുപടി പറയുമ്പോൾ കാണാമല്ലോ, ഒന്നും പറയാറില്ലല്ലോ. BJP-യും ഇത് ആയുധമായി, 2 മുന്നണികൾക്കുമെതിരെയുള്ള ആയുധമായി രംഗത്ത് ഇറങ്ങുന്നു. UDF-ഉം സഭയിൽ ഉന്നയിക്കാത്തത്, അതായത് അടിയന്തര പ്രമേയമായി കൊണ്ടുവരാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യമാണ് കേന്ദ്രമന്ത്രി V. മുരളീധരൻ ചോദിച്ചത്. ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും. മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ മാസപ്പടി വിവാദത്തിൽ മറുപടി പറയണമെന്ന് V. മുരളീധരനും ആവശ്യപ്പെട്ടു. ഇവിടെ സഭാ നടപടികളിൽ നിന്ന് പ്രതിപക്ഷ നേതാവും ബാക്കിയുള്ള ആൾക്കാരും നടത്തുന്ന പാർലമെന്ററി വിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ നീക്കുന്നതിനെതിരായിട്ട് പ്രതിഷേധിക്കുന്ന ആളുകൾ വീണ വിജയനെ കുറിച്ചിട്ടുള്ള ഒരു പരാമർശം നിയമസഭയിൽ വരുന്നത് നീക്കിയതിനെതിരായിട്ട് എന്താ മിണ്ടാത്തത്? CPM നേതൃയോഗങ്ങൾ നടക്കുകയാണ്. ഈ CPM നേതൃയോഗത്തിൽ മാസപ്പടി വിവാദം ഇനി ചർച്ചയായി വരുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഉമേഷ് ബാലകൃഷ്ണൻ. സംസ്ഥാനത്തെ 17 തദ്ദേശ ഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF-ന് നേരിയ മേൽക്കൈ. 9 വാർഡുകളിൽ UDF-ഉം 7 വാർഡുകളിൽ LDF-ഉം 1 സീറ്റിൽ NDA-യും വിജയിച്ചു. ഡാൻ കുര്യന്റെ റിപ്പോർട്ട് കാണാം. സംസ്ഥാനത്തെ 9 ജില്ലകളിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് 2 ബ്ലോക്ക് പഞ്ചായത്ത്, ഒപ്പം തന്നെ 15 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ 9 ഇപ്പോൾ UDF-ന് മിന്നുന്ന വിജയമുണ്ടായിരിക്കുന്നത്. 7 ഇടങ്ങളിൽ LDF-ഉം 1 BJP-യും. ഇങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ഫലം. എന്തായാലും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണം ശക്തമായിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നടന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഉപതെരഞ്ഞെടുപ്പിലുണ്ടായിരിക്കുന്ന വിജയം UDF ക്യാമ്പിൽ വലിയ ആത്മവിശ്വാസമാണ് ഉയർത്തിയിരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 2 വാർഡുകളിൽ 1 CPM-ഉം 1 BJP-യുമാണ് നേടിയിരിക്കുന്നത്. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിലെ ഒറ്റയ്ക്കൽ വാർഡിലാണ് CPM സ്ഥാനാർത്ഥി S. അനുപമ 34 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. 2000 മുതൽ കോൺഗ്രസ് വിജയിച്ചു വന്ന വാർഡായിരുന്നു ഇത്. ആലപ്പുഴ ജില്ലയിൽ തലവടി പഞ്ചായത്തിലെ 13-ാം വാർഡിൽ CPM സ്ഥാനാർത്ഥി NB രാജൻ 197 വോട്ടിനാണ് വിജയിച്ചിരിക്കുന്നത്. കോട്ടയം വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് മറവൻതുരുത്ത് ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി രേഷ്മ പ്രവീൺ 232 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 4 പഞ്ചായത്ത് വാർഡുകളിലും UDF-നാണ് ജയം. തൃശ്ശൂരിലെ മാടക്കത്തറ പഞ്ചായത്ത് 15-ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF സീറ്റ് നിലനിർത്തിയിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 1 ബ്ലോക്ക് ഡിവിഷനും 3 ഗ്രാമപഞ്ചായത്ത് വാർഡുകളും
UDF നിലനിർത്തിയിരിക്കുന്നു എന്നാണ്. മലപ്പുറത്ത് UDFന് വലിയ നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. പാലക്കാട് പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് വാർഡ് 7 താനിക്കുന്ന് അത് LDF സീറ്റ് നിലനിർത്തിയിരിക്കുകയാണ്. കോഴിക്കോട് വേളം പാലോടിക്കുന്ന് വാർഡ് UDF നിലനിർത്തിയിരിക്കുന്നു. കണ്ണൂർ ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 2 വാർഡുകളും CPM നിലനിർത്തിയിരിക്കുകയാണ്. ഇതാണ് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 9 ജില്ലകളിൽ ഉണ്ടായിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ആകെ ചിത്രം. എന്തായാലും UDF ക്യാമ്പിന് അത് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. കാരണം ഉപതെരഞ്ഞെടുപ്പിനെ അത് നേരിട്ട് ബാധിക്കില്ല എങ്കിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ പ്രവർത്തകരെയൊക്കെ അത് കൃത്യമായി ആത്മവിശ്വാസത്തിൽ ആക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രചരണം ഇന്നു മുതൽ തന്നെ പുതുപ്പള്ളിയിൽ UDF തുടക്കമിട്ടിട്ടുമുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. തെരഞ്ഞെടുപ്പുകൾക്ക് ഒരുങ്ങുകയാണ് നമ്മൾ. ഉടൻ തന്നെ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ്. അതിന്റെ ആരവം അടങ്ങുമ്പോഴേക്ക് പൊതു തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളാകും. ന്യൂസ് 18 കേരളവും തെരഞ്ഞെടുപ്പുകൾക്ക് സജ്ജമായിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി കേരളം പറയുന്ന രാഷ്ട്രീയം എന്താണെന്ന് ചർച്ച ചെയ്യുന്ന ന്യൂസ് 18 കേരളം പൊളിറ്റിക്കൽ കോൺക്ലേവിന് അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് തുടക്കമാകും. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുകയാണ്. ഉമേഷ്, ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കേരളം രാഷ്ട്രീയമായി എന്താണ് ചിന്തിക്കുന്നത് എന്ന് അന്വേഷിക്കുകയാണ് ന്യൂസ് 18. പൊളിറ്റിക്കൽ കോൺക്ലേവിന് അല്പസമയത്തിനകം ഇവിടെ തിരശ്ശീല ഉയരുകയാണ്. എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? തീർച്ചയായും അറിയാം, എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി. വളരെ വിശാലമായ, വളരെ സാങ്കേതിക തെളിവോടുകൂടിയുള്ള ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഒരു ഫ്രെയിം നമുക്കിതിനു വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. 3 പ്രധാന അതിഥികൾ, കേരള രാഷ്ട്രീയത്തിലെ 3 പ്രധാന പാർട്ടികൾ CPM, BJP, കോൺഗ്രസ്. അതിൽ CPM-നെ പ്രതിനിധീകരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരിട്ട് പങ്കെടുക്കും. കൂടാതെ കോൺഗ്രസിനെ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തലയാണ് പങ്കെടുക്കുന്നത്. കൂടാതെ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും 3 പേരും ഒന്നിച്ച് ഒരു വേദിയിലെത്തുന്നു എന്നുള്ളത് തന്നെയാണ് ന്യൂസ് 18 പൊളിറ്റിക്കൽ കോൺക്ലേവിന്റെ ഏറ്റവും വലിയ സവിശേഷത. പ്രത്യേകിച്ച് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിന്റെ തിരക്കിലാണ്. രാഷ്ട്രീയമായി കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അത്തരത്തിൽ പൊളിറ്റിക്കൽ ചർച്ചകൾ ആരംഭിക്കാനായിരുന്നു ന്യൂസ് 18 ലക്ഷ്യമിട്ടിരുന്നത്. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഈ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. എന്തായാലും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കൂടി വന്നതോടുകൂടി രാഷ്ട്രീയമായി മാറിക്കഴിഞ്ഞു കേരളം. രാഷ്ട്രീയ കാര്യങ്ങളും രാഷ്ട്രീയ വാദപ്രതിവാദങ്ങളും മാത്രമാണ് ഇപ്പോൾ പരസ്പരം നേതാക്കൾ ഉന്നയിക്കുന്നത്. എന്തായാലും അത് ന്യൂസ് 18 പ്ലാറ്റ്ഫോമിലൂടെ 3 നേതാക്കളും ഒന്നിച്ചെത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത. 3 നേതാക്കളും ഈ വേദിയിൽ, പ്രധാന വേദിയിൽ ഉണ്ടാകും. എത്തിക്കഴിഞ്ഞാൽ ആദ്യം 3 നേതാക്കളുടെയും പറയാനുള്ളത് രാഷ്ട്രീയമാണ്. പ്രത്യേകിച്ച് പുതുപ്പള്ളിയുടെ രാഷ്ട്രീയം. അതുകൂടാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഷ്ട്രീയ കേരളം എന്ത് ചർച്ച ചെയ്യുന്നു, എന്താണ് പറയുന്നത് എന്ന് 3 പേരും വിശദീകരിക്കും. അതിനുശേഷം 3 പേർക്കും പരസ്പരം സംസാരിക്കാൻ, പരസ്പരം വാദപ്രതിവാദങ്ങൾ നിരത്താനുള്ള അവസരമുണ്ട്. അങ്ങനെ അതിന് ഏകദേശം 1 മണിക്കൂറാണ് ആ ഒരു പൊളിറ്റിക്കൽ ചർച്ച തുടരുന്നത്. അതിനുശേഷം തുടർന്നുള്ള, അതായത് 5 മണിക്ക് പൊളിറ്റിക്കൽ കോൺക്ലേവ് ലൈവ് തുടങ്ങിക്കഴിഞ്ഞാൽ 6 മണി വരെ നേതാക്കളുടെ നിലപാട് വ്യക്തമാക്കുകയും അവർ പരസ്പരമുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്യും. അതിനുശേഷം 1 മണിക്കൂറാണ് ഏറ്റവും നിർണായകം. അതിനുശേഷമുള്ള 1 മണിക്കൂർ ന്യൂസ് 18 പ്രത്യേകം ക്ഷണിച്ച 30 അതിഥികൾ, സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്ന്, വിവിധ മേഖലയിൽ നിന്ന്, വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന 30 പേർ ഈ ഏറ്റവും മുന്നിലുള്ള ഈ സ്ഥലത്ത് ഇവിടെ ഉണ്ടാകും. അവർ ഓരോരുത്തരും ചോദ്യങ്ങൾ ചോദിക്കും. ഓരോരുത്തരും അവർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവിനോടോ നിലവിലെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ സമൂഹം, അവർ പ്രതിനിധാനം ചെയ്യുന്ന മേഖല, ആ മേഖലയെക്കുറിച്ച് ചോദിക്കാം. അങ്ങനെ ഓരോ വിഷയത്തെക്കുറിച്ചും ഓരോ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും നിലപാട് ഇവിടെ അറിയാൻ കഴിയും. ആ 1 മണിക്കൂറാണ് തുടർന്നുള്ളത്. എന്തായാലും 4:30 മുതൽ ഇടവേളകളില്ലാതെ ന്യൂസ് 18 ലൈവിലേക്ക് കയറുകയാണ്. അതിനുശേഷം 5 മണിക്കാണ് പ്രോഗ്രാം ആരംഭിക്കുന്നത്. 5 മണിക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രധാന വേദിയിൽ നേതാക്കളിരിക്കും. ഒപ്പം ന്യൂസ് 18 സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാൽ ഈ പാനൽ ചർച്ച നയിക്കും. എന്തായാലും നിലവിൽ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി, വിശാലമായ വേദി, ഒപ്പം മികച്ച സാങ്കേതിക സൗകര്യങ്ങൾ, മികച്ച ദൃശ്യവിസ്മയം എല്ലാം ഒരുക്കി ന്യൂസ് 18 കോൺക്ലേവിന് ഒരുങ്ങിക്കഴിഞ്ഞു. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പൊളിറ്റിക്കൽ കോൺക്ലേവിന് ന്യൂസ് 18 സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. 4:30 മുതൽ ന്യൂസ് 18 കേരളത്തിലൂടെ പ്രേക്ഷകർക്കും പൊളിറ്റിക്കൽ കോൺക്ലേവ് തത്സമയം കാണാം. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. കരിമണൽ കമ്പനിക്ക് നൽകിയിട്ടില്ല എന്ന്
കരിമണൽ കമ്പനിയുടെ തന്നെ ഉദ്യോഗസ്ഥന്മാർ ആദായ നികുതി വകുപ്പിന് വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകളും വിവരങ്ങളും പ്രസ്താവനയും നൽകിയിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അവർ നൽകിയ സേവനത്തിന് പ്രത്യുപകാരമായിട്ട് അതിന് പകരമായിട്ട് കൊടുത്തിട്ടുള്ള അവരുടെ ഫീസല്ല, പകരം മുഖ്യമന്ത്രിയുടെ മകളാണ് എന്നുള്ളത് കൊണ്ട് മാത്രം കിട്ടിയിട്ടുള്ള പ്രത്യേക ആനുകൂല്യമാണ്. ഈ ആനുകൂല്യത്തെക്കുറിച്ചാണ് കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നത് ഈ കരിമണൽ കമ്പനി വളരെ വളരെ മാന്യന്മാരാണ്, അവർക്കെതിരായിട്ട് ഒരു പ്രശ്നമില്ല, അവര് കോടതി നടപടികളിൽ നിന്നും പിഴയിൽ നിന്നും ഒക്കെ ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞിട്ടാണ്. നികുതി വെട്ടിപ്പിന് പിഴയടച്ച ഒരു കമ്പനിയെ ഇങ്ങനെ വെള്ളപൂശാൻ വേണ്ടിയിട്ട് എന്ത് കാര്യമാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഈ കമ്പനിയുമായിട്ട് എന്ത് ബന്ധമുള്ളത്? അതാണ് ഞങ്ങളുടെയും ചോദ്യം. കാരണം ബാക്കിയുള്ള പണം വാങ്ങിയ പല നേതാക്കന്മാരുടെയും പേരുകളുടെ കൂട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ പേരുണ്ട്. അപ്പൊ ആ മുഖ്യമന്ത്രിയുടെ പേരുള്ളത് കൊണ്ട് പണം തന്നവനെ വെള്ളപൂശാനുള്ള ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്തിട്ടാണോ ഈ പണം വാങ്ങിയത്? രാഷ്ട്രീയ പാർട്ടി നേതാവ് എന്നുള്ള നിലയിൽ ആരെങ്കിലും സംഭാവന വാങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാര് ആരുടെ കയ്യിൽ നിന്ന് സംഭാവന വാങ്ങുന്നതിനോടും എനിക്ക് വിയോജിപ്പില്ല. പക്ഷേ അതിന് പ്രത്യുപകാരമുണ്ടതിന്റെ അടിസ്ഥാനത്തിലല്ല. സംഭാവന തന്ന ആള് കാണിക്കുന്ന എല്ലാ വൃത്തികേടുകളും വെള്ളപൂശിക്കൊള്ളാം എന്നുള്ള കരാറിന്റെ അടിസ്ഥാനത്തിൽ, അങ്ങനെയുള്ള ഒരു വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവും സംഭാവന വാങ്ങുകയാണെങ്കിൽ ആര് വാങ്ങിയാലും അത് തെറ്റാണ്, അത് നിയമവിരുദ്ധമാണ്. അതിന് സംഭാവന എന്നല്ല പറയുന്നത്, അത് പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലാണ്, അത് കരാറാണ്. അത് തെറ്റ്, ആ തെറ്റ് വാർത്തകളിലേക്ക്. ക്രിമിനൽ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന സുപ്രധാന ബില്ല് ലോക്സഭയിൽ. CRPC, IPC, എവിഡൻസ് ആക്ട് തുടങ്ങിയ 3 നിയമങ്ങളിൽ മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്ന ബിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ആൾക്കൂട്ട ആക്രമണം കൊലപാതകത്തിന് സമാന കുറ്റമായി കണക്കാക്കും. ഇതുൾപ്പെടെ സുപ്രധാന മാറ്റങ്ങളാണ് ബില്ലിലൂടെ ലക്ഷ്യമിടുന്നത്. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുകയാണ്. സുവി, ഈ ബിൽ അവതരിപ്പിക്കപ്പെട്ടതിലൂടെ ശരി, സുവിയിലേക്ക് മടങ്ങിയെത്താം. എന്തായാലും സുപ്രധാനപ്പെട്ട ക്രിമിനൽ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ബില്ലാണ് ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സുവി വിശ്വനാഥൻ ചേരുന്നുണ്ട്. സുവി, ഈ ബില്ല് അവതരണത്തിലൂടെ എന്തൊക്കെ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്? ആര്യ, ക്രിമിനൽ നിയമങ്ങളിൽ സുപ്രധാന മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ബില്ലാണ് ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ലോക്സഭയിൽ ഇന്ന് രാവിലെയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് 3 നിയമങ്ങൾ, IPC, CRPC, എവിഡൻസ് ആക്ട്, ഈ 3 നിയമങ്ങളിലും കാതലായ മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് അമിത്ഷാ അറിയിച്ചിരിക്കുന്നത്. പ്രധാന മാറ്റം എന്ന് പറയുന്നത് അവയുടെ പേരിൽ തന്നെയാണ്. ആദ്യം ഇന്ത്യൻ പീനൽ കോഡ് ഇനി മുതൽ ഭാരതീയ ന്യായ സംഹിത എന്നും, ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്നും, എവിഡൻസ് ആക്ട് ഭാരതീയ സാക്ഷ്യ എന്നുമാണ് മാറുക എന്നാണ് ആഭ്യന്തരമന്ത്രി അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം, രാജ്യദ്രോഹ കുറ്റം റദ്ദാക്കപ്പെടുകയാണ്. പകരം മറ്റ് ചില വകുപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്തും എന്നാണ് പറയുന്നത്. ഈ രാജ്യദ്രോഹ കുറ്റവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വിമർശനങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ നേരിടേണ്ടി വന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ രാജ്യദ്രോഹ കുറ്റം റദ്ദാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഒപ്പം ആൾക്കൂട്ടാക്രമണം കൊലപാതകത്തിന് സമാനമായ കുറ്റകൃത്യമായി കണക്കാക്കാൻ പോവുകയാണ്. ആൾക്കൂട്ടാക്രമണങ്ങൾക്കെതിരെ നിയമങ്ങൾ കൊണ്ടുവരണം എന്ന് സുപ്രീം കോടതി നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ആവശ്യമാണ് ഏറ്റവും കാതലായി പരിഗണിച്ചിരിക്കുന്നത്. ആൾക്കൂട്ടാക്രമണം കൊലപാതകത്തിന് സമാനമായ കുറ്റകൃത്യമായി കണക്കാക്കും. ഒപ്പം തന്നെ ഈ ആൾക്കൂട്ടാക്രമണത്തിൽ 7 വർഷം ഒന്നുകിൽ വധശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം തടവ് ശിക്ഷയോ നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ സുപ്രധാന മാറ്റങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഗ്യാങ് റേപ്പുകളുടെ ശിക്ഷാ കാലാവധി 20 വർഷമാക്കി ഉയർത്തുന്നുണ്ട്. അല്ലെങ്കിൽ ജീവപര്യന്തം കുറ്റകൃത്യമായി കണക്കാക്കും. പ്രായപൂർത്തി
പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നവർക്ക് വധശിക്ഷ വരെ ലഭിക്കാം എന്നും പറയുന്നുണ്ട്. ഒപ്പം FIR സമർപ്പിച്ച് 90 ദിവസത്തിനകം തന്നെ കുറ്റപത്രം സമർപ്പിക്കണം. അന്വേഷണം 180 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കണം. വാദം കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ വിധി പ്രസ്താവം നടത്തണം എന്നും ഒപ്പം സെർച്ച് ആൻഡ് സീഷറുകളിൽ വീഡിയോഗ്രഫി നിർബന്ധമാക്കണം എന്നതുൾപ്പെടെയുള്ള സുപ്രധാന മാറ്റങ്ങളാണ് ഈ ബില്ലിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ ബില്ല് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ്. ആര്യ. ശരി, സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്. വാർത്തകളിലേക്ക്. കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൌധരിയുടെ സസ്പെൻഷൻ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഉന്നയിച്ച് പ്രതിപക്ഷം. ബഹളത്തെ തുടർന്ന് ലോക്സഭാ നടപടികൾ തടസ്സപ്പെട്ടു. 12 മണിക്ക് ലോക്സഭ ചേർന്നെങ്കിലും പ്രതിപക്ഷ ബഹളം തുടർന്നു. പ്രതിപക്ഷം പിന്നീട് ലോക്സഭ ബഹിഷ്കരിച്ചു. രാജ്യസഭയിൽ മല്ലികാർജ്ജുൻ ഖർഗെയാണ് വിഷയം ഉന്നയിച്ചത്. സഭയുടെ മര്യാദകൾ ലംഘിക്കുന്ന ഒരു പരാമർശവും അധീർ രഞ്ജന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെന്ന് ഖർഗെ പറഞ്ഞു. ഹിന്ദിയിൽ നീരവ് എന്നതിന്റെ അർത്ഥം നിശബ്ദത എന്നാണെന്നും ഖർഗെ പറഞ്ഞു. സഭയ്ക്ക് പുറത്തും പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. വർഷകാല സമ്മേളന നടപടികൾ പൂർത്തിയാക്കി ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരായ ദുരിതാശ്വാസ നിധി തട്ടിപ്പ് കേസിൽ ഹർജിക്കാരന് ഇന്നും ലോകായുക്തയുടെ രൂക്ഷ വിമർശനം. ഹർജിയുടെ സാധുത വീണ്ടും പരിശോധിക്കുമെന്ന ലോകായുക്ത നിലപാടിനെതിരെ ഹർജിക്കാരൻ നൽകിയ ഇടക്കാല ഹർജിയാണ് വിമർശനത്തിന് ഇടയാക്കിയത്. ലോകായുക്തയുടെ സമയം കളയുന്നുവെന്ന് 3-അംഗ ബെഞ്ച് വിമർശിച്ചു. കേസ് നീട്ടിക്കൊണ്ടു പോകുന്നതിൽ എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ലക്ഷ്യമുണ്ടാകും. 3-അംഗ ബെഞ്ചിന് വീണ്ടും ആരോപണങ്ങൾ അന്വേഷിക്കാൻ കഴിയുമെന്നും ലോകായുക്ത നിരീക്ഷിച്ചു. കേസിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ രീതിയിലാണെന്നും വിശാല ബെഞ്ച് കേസിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കുക തന്നെ വേണമെന്നും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ TA ഷാജി വാദിച്ചു. മൂവാറ്റുപുഴയിൽ KSEB ജീവനക്കാർ വെട്ടിനശിപ്പിച്ച വാഴത്തോട്ടം കൃഷിമന്ത്രി P. പ്രസാദ് സന്ദർശിച്ചു. KSEBയുടെ നടപടി ന്യായീകരിക്കാൻ കഴിയില്ലെന്നും ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി വൈദ്യുതി മന്ത്രിയുമായി ചർച്ച ചെയ്ത് സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് 18 ഇംപാക്ട്. കർഷകൻ തോമസ് ഏട്ടന്റെ കണ്ണീരൊപ്പാൻ ഒടുവിൽ കൃഷിമന്ത്രി തന്നെ എത്തി. KSEB ജീവനക്കാർ വെട്ടിനശിപ്പിച്ച വാഴത്തോട്ടം മന്ത്രി സന്ദർശിച്ചു. ഒരു കർഷകൻ എന്ന നിലയിൽ തോമസിന്റെ സങ്കടം തനിക്ക് മനസ്സിലാകുമെന്നും KSEBയുടെ നടപടി ന്യായീകരിക്കാൻ കഴിയില്ലെന്നും മന്ത്രി പറഞ്ഞു. കൃഷി വകുപ്പിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ കൃഷി വകുപ്പാണ് ആലോചിക്കേണ്ടത് എന്താ ഇത് ശരിയായിരുന്നോ ഇല്ലെന്നുള്ളത്. അപ്പോൾ അതിനുള്ള മെക്കാനിസം ആ ഡിപ്പാർട്ട്മെന്റിലാണുള്ളത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, എന്താണ് അതിന്റെ കാര്യം എന്നുള്ളത് അതിനെക്കുറിച്ച് അവർ പരിശോധിക്കും. തീർച്ചയായിട്ടും അന്വേഷണം എന്ന് പറയുമ്പോൾ അതാണല്ലോ. വൈദ്യുതി വകുപ്പ് അന്വേഷിക്കുന്നത് എത്ര വാഴ വെട്ടി എന്നുള്ളതല്ലല്ലോ. വൈദ്യുതി വകുപ്പ് അന്വേഷിക്കുന്നത് ആ വാഴയുടെ വിലയുടെ കാര്യമല്ലല്ലോ. അപ്പോൾ അത്തരം കാര്യമെല്ലാം ചിന്തിക്കാനും പറയാനും അല്ലെങ്കിൽ അന്വേഷിക്കാനും പറ്റുന്നത് കൃഷി വകുപ്പിനാണെന്നുള്ളത് കൊണ്ട് കൃഷി വകുപ്പുമായിട്ട് ആലോചിക്കുന്നതിലേക്ക് വൈദ്യുതി വകുപ്പ് ആലോചിക്കുന്നത് എങ്ങനെ ഇത് സംഭവിച്ചു, എന്തുകൊണ്ടത് ചെയ്തു, ഈ ചെയ്തത് ശരിയോ തെറ്റോ ആ കാര്യമെല്ലാം വൈദ്യുതി വകുപ്പ് എന്ന കാര്യത്തിൽ അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചിങ്ങം 1-ന് 3.5 ലക്ഷം രൂപ കർഷകൻ തോമസിന് കൈമാറും. ചിങ്ങം പുലരുമ്പോഴും ഇത് ഒരു വേദനയായിട്ട് ആ മനുഷ്യന്റെ മനസ്സിൽ അങ്ങനെ നിൽക്കരുത് എന്നുള്ള തരത്തിലൊരു മനുഷ്യത്വപരമായ സമീപനം സ്വീകരിക്കണം എന്നാണ് ഗവൺമെന്റ് ആലോചിച്ചത്. കൃഷിത്തോട്ടത്തിന് മുകളിലൂടെ പോകുന്ന 220 kV ലൈനുകൾ താഴുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും വൈദ്യുതി മന്ത്രിയോട് വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമെന്നും മന്ത്രി. ഇത് കൃഷി വകുപ്പിന്റെ ഭാഗത്തു നിന്നും വന്ന റിപ്പോർട്ടിനകത്തും കർഷകർ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അതിനുള്ള ഒരു പരിഹാരമുണ്ടാവും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മന്ത്രി നേരിട്ടെത്തിയതിൽ സന്തോഷമെന്ന് കർഷകൻ തോമസ്. നഷ്ടപരിഹാരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. സംഭവം നടന്ന ശേഷം തന്റെ ഊണും ഉറക്കവും നഷ്ടമായെന്നും കർഷകൻ പറഞ്ഞു. ഞാൻ കുറെ നടക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. കേസും കൂട്ടായിട്ട് നടക്കാനൊന്നും. ഞാൻ 70 വയസ്സ് വരെ ആയിട്ട് ഞാൻ ഒരു പോലീസിലും പോയിട്ടില്ല. ഒരാവശ്യത്തിനും പോകേണ്ടതൊന്നുമില്ല. അതാണ് പോയത് പോട്ടെ. ഞാനിത് വെട്ടി അന്നോട്ട് എനിക്ക് വിഷമമില്ല, ഉറക്കമില്ലാണ്ടായി പോയി, അത്രേ ഉള്ളൂ. വാർത്ത പൊതുസമൂഹത്തിന് മുന്നിലെത്തിച്ച ന്യൂസ് 18 സംഘത്തിന് തോമസിന്റെ കുടുംബം നന്ദി പറഞ്ഞു. ന്യൂസ് 18 ചാനലാണ് അത് ആദ്യമായിട്ട് ഇത് പുറത്തേക്ക് വിടുന്ന ന്യൂസ്. അങ്ങനെയാണ് കേരളം മൊത്തം അത് അറിയുന്നത് തന്നെ. അപ്പോൾ തന്നെ മിനിസ്റ്റർ നമ്മളെ വിളിക്കുകയൊക്കെ ചെയ്തു, ഒരു അടിയനെ വിളിക്കുകയൊക്കെ ചെയ്തു. അത് നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഒരു കാര്യത്തിന് മിനിസ്റ്റർ വിളിക്കുക എന്നൊക്കെ പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേൽക്കുമെന്ന് കാരണം ചൂണ്ടിക്കാട്ടിയാണ് യാതൊരു മുന്നറിയിപ്പും നൽകാതെ കുലച്ചവാഴകൾ KSEB ജീവനക്കാർ വെട്ടിനശിപ്പിച്ചത്. ന്യൂസ് 18 വാർത്തയാക്കിയതിനെ തുടർന്നാണ് മന്ത്രിമാരുടെ ഇടപെടൽ. ഒരു വാർത്തയുടെ ശക്തി എന്ന് പറഞ്ഞാൽ ഇടപെടലുകളും നടപടിയുമാണ്. ന്യൂസ് 18 സംഘം ആദ്യം ഇവിടെ എത്തിയപ്പോൾ കണ്ടത് തോമസ് ഏട്ടന്റെ കുടുംബത്തിന്റെ കണ്ണീർ കഥയായിരുന്നു.
പക്ഷേ ഇപ്പോൾ ഇത് ഒരു കുടുംബത്തിന്റെ മാത്രമല്ല, ഒരു നാടിന്റെയും അഭിമാനത്തിന്റെയും സന്തോഷത്തിന്റെയും നിമിഷം കൂടിയാണ്. ക്യാമറമാൻ ഷാഫിക്കൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. എറണാകുളം ഏലൂരിൽ ഫാൽക്കൺ കമ്പനിയിലെ തുടർ പ്രവർത്തനങ്ങൾക്ക് ഹൈക്കോടതിയുടെ അനുമതി. സ്റ്റോപ്പ് മെമ്മോ നൽകിയ ഏലൂർ വില്ലേജ് ഓഫീസറുടെ നടപടി നിയമവിരുദ്ധമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേരളത്തിലെ സംരംഭകർക്ക് നീതി ലഭിക്കുന്നുവെന്ന് കമ്പനി MD NA മുഹമ്മദ് കുട്ടി പറഞ്ഞു. ഫാൽക്കണിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാമെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ്. വില്ലേജ് ഓഫീസറുടെ ഉത്തരവ് ഹൈക്കോടതി അസാധുവാക്കി. ഫാൽക്കണിലെ 184 സെന്റ് ഭൂമി മണ്ണിട്ട് നികത്തുന്നതിനുള്ള സർക്കാർ ഉത്തരവുകൾ ഹൈക്കോടതി ശരിവച്ചു. ഫാൽക്കൺ നടത്തിയ നിയമ പോരാട്ടത്തിന് ഫലം കണ്ടെന്ന് കമ്പനി MD NA മുഹമ്മദ് കുട്ടി പറഞ്ഞു. അല്ല, അത് ക്ലിയർ ചെയ്യണമെങ്കിൽ കസ്റ്റംസിന്റെ അതിനകത്തിരിക്കുന്ന സാധനങ്ങൾ സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം ക്ലിയർ ചെയ്ത് കോൺഫിസ്കേറ്റ് ചെയ്തിട്ടുള്ള അത് പോകാതെ എന്നെ സംബന്ധിച്ച് ആ ഇരിക്കുന്ന കോൺഫിസ് ചെയ്യുന്ന സാധനങ്ങൾ എനിക്ക് പൊളിച്ചു കളയാൻ പറ്റില്ല, ആ ഷെഡ് പൊളിച്ചു കളയാൻ പറ്റില്ല. അതെൻ്റെ കുഴപ്പമില്ല. സെൻട്രൽ ഗവൺമെൻറ്റുമായി കസ്റ്റംസിൻ്റെ നോട്ടിഫൈഡ് ഏരിയയാണ്, കോടികളുടെ വിലയുള്ള സാധനങ്ങളാണ് ഇരിക്കുന്നത്. എനിക്ക് ആ ഷെഡ് പൊളിച്ചിട്ട് പുറത്തിടാൻ പറ്റുമോ? ഞാൻ അവരെ അറിയിച്ചിട്ടുണ്ട് വിവരം. ഇവരെനിക്കെതിരെ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനേരെ കേസ് എടുക്കട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള നടപടി പോട്ടെ. അപ്പം ഞാൻ ഈ പറയുന്നത് സുപ്രീം കോടതിയിൽ പോകാം. ഞാനതുകൊണ്ടാണല്ലോ പറഞ്ഞത്. കണ്ടെയ്നർ വാഹനങ്ങൾക്ക് പാർക്കിംഗും തൊഴിലാളികൾക്ക് വേണ്ട സൗകര്യങ്ങളും ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ കമ്പനിയാണ് ഏലൂരിലെ ഫാൽക്കൺ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് കമ്പനി അധികൃതർ അവകാശപ്പെട്ടു. കണ്ടെയ്നർ റോഡിൽ 20 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഭൂമിയിലാണ് പാർക്കിംഗ് സ്റ്റേഷൻ സ്ഥാപിച്ചത്. ഈ ഭൂമിയിൽ 1 ഏക്കർ 84 സെന്റ് സ്ഥലം മണ്ണിട്ട് നികത്താൻ തുടങ്ങിയതോടെയാണ് പ്രാദേശിക CPM നേതൃത്വം എതിർപ്പുമായി രംഗത്തെത്തിയത്. ന്യൂസ് 18 കൊച്ചി. ഇനി ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5445 രൂപ, പവന് 43,560 രൂപ, വെള്ളി ഗ്രാമിന് 77 രൂപ, കിലോഗ്രാമിന് 77,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3245 രൂപ, ഔൺസിന് 1,0931 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. ലേഡീസ് ബാൻഡ് പൂർണ്ണമാകുന്നു. നമസ്കാരം.